സോ ഗൈസ്, ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ഒരു കോയിന്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ബിറ്റ് കോയിൻ പോലെ ഭയങ്കര വാല്യൂ ഒക്കെ കയറാൻ ചാൻസ് ഉള്ള ഒരു കോയിനാണ് ഈ പറയുന്ന ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന്. കാരണം ബിറ്റ് കോയിന് 2010 അതിന്റെ വാല്യൂ 2.85 രൂപയായിരുന്നു ഇന്ത്യൻ മണിയിൽ. ഇപ്പൊ ഇന്ന് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 60 ലക്ഷം, ഏതാണ്ട് 60 ലക്ഷം രൂപയാണ്. അപ്പൊ ഞാൻ പറയുകയാണ് അതിൽ ഒരിക്കലും അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ബിറ്റ് കോയിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രോപ്പർ പ്രൊജക്ട് ഉണ്ടായിരുന്നു. കാരണം ആകെ 21 മില്യൺ കോയിൻസ് മാത്രമാണ് നമുക്ക് മൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ബാക്കി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 1.5 മില്യൺ കോയിൻസ് മാത്രമേ ഉള്ളൂ. ഹാംസ്റ്റർ കോമ്പാക്ട് പോലുള്ള കോയിനുകളുടെ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, മെൻഷൻ ചെയ്തില്ല. എത്രമാത്രം കോയിൻ മാത്രം മൈൻ ചെയ്യത്തുള്ളൂ എന്നൊന്നും എവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ അതിന് പ്രോപ്പർ പ്രൊജക്ട് ഉള്ളതായിട്ടും അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ ഉള്ളതായിട്ടും നമുക്കൊരു ക്ലാരിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. ഉള്ള ഇൻഫർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25-ാം തീയതി പല എക്സ്ചേഞ്ചുകളിൽ അതിന്റെ പ്രീ മാർക്കറ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അടുത്ത 1-ാം തീയതി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെല് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അതിന് എത്ര വാല്യൂ വരുമെന്നോ എങ്ങനെയാണെന്നോ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ നമുക്ക് ആകെ പറയാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് നമുക്ക് പൈസ നഷ്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര കിട്ടിയാലും ഓക്കെയാണ്. 300 കിട്ടിയാലും 3000 കിട്ടിയാലും ഇറ്റ്സ് ഗുഡ്. നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് ടെലിഗ്രാമിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ടെലിഗ്രാമിന്റെ തന്നെ ഒഫീഷ്യൽ വാൾട്ടായ ടൺ വാൾട്ടായിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വെറുതെ ആയി പോകത്തില്ല എന്തായാലും നമ്മുടെ കഷ്ടപ്പാടും അധ്വാനം ഒക്കെ. അപ്പൊ എന്താണെങ്കിലും ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ജൂലൈ 1-ാം തീയതി എന്താണെങ്കിലും ഇത് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവും. അപ്പൊ എത്ര എമൗണ്ട് വരുന്നു അത് നമുക്ക് കിട്ടാനാണ് ചാൻസ്. പക്ഷെ ഇതിനകത്തുള്ള കാര്യം, ഇതിൽ നമ്മൾ എത്രമാത്രം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് മൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ സെല് ചെയ്യാൻ നിൽക്കുന്നവരാണ്. ഇത് വാങ്ങാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഡിമാൻഡ് ഉള്ളൂ. സോ എത്ര വാല്യൂവിന് ഇത് ലിസ്റ്റ് ചെയ്താലും നമുക്കിത് വാങ്ങാൻ ഒരാൾ വേണം. സോ അപ്പുറത്തെ ഒരറ്റത്ത് പിയർ ടു പിയർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ നമ്മളൊരാൾ വിൽക്കാൻ നിൽക്കുമ്പോൾ വാങ്ങാൻ ഒരാൾ വേണം. ഇവിടെ എല്ലാവരും വിൽക്കാൻ നിൽക്കുന്നവരാണ്. സോ അതാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. സോ എനിവേ, എന്താണേലും ഇതിന്റെ ഒരു ഫൈനൽ അപ്ഡേറ്റ് നമുക്ക് ജൂലൈ 1-ാം തീയതിയിലേക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണേലും പോയാൽ കുറച്ച് സമയം മാത്രമേ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. കിട്ടിയ ഒരു എമൗണ്ട് നമുക്ക് കിട്ടാനും ചാൻസ് ഉണ്ട് എന്ന് വേണം പ്രതീക്ഷിക്കാൻ. താങ്ക് യു.